സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ പുറത്തുള്ള ഒരു നാടിൻ്റെ പേരൊട്ടിച്ചിട്ട് ഇവിടെ ഉള്ളവരോടൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വന്നോരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് അതൊന്നും വർക്കാവില്ല. സാധാരണ രാഷ്ട്രീയക്കാർ ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പറയാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണ്ടേ? ഇവിടെ സൗത്ത് മാത്രമല്ല, കേരളം തൂക്കും, സൗത്തും തൂക്കും. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയിലാണ് UDF നേതൃത്വമുള്ളത്. UDF വേണ്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു യുവ മുഖത്തെയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെയാണ്. ഫൈസൽ ബാബു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? എങ്ങനെയുണ്ട് സൗത്തിലെ ജനങ്ങൾ? നമ്മൾ ചിന്തിച്ചതിനപ്പുറമാണ് ജനങ്ങളുടെ പ്രതികരണം. ആവേശകരമായി അവർ നമ്മളെല്ലായിടത്തും സ്വീകരിക്കാൻ കാത്തുക്കുകയാണ്. നമ്മൾ സാഹസപ്പെട്ട് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തി പോസ്റ്റർ ഒട്ടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാത്തിലും ബോധവാന്മാരാണ് എന്ന് നമ്മുടെ ആളുകൾ വളരെ ഹൈലി പൊളിറ്റിക്കനാണ്. നമ്മളെ ആളുകൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു, എല്ലാവർക്കും വിരൽ തുമ്പിൽ വിവരങ്ങൾ കിട്ടുകയാണ്. നാട്ടിലെല്ലാ സംഭവങ്ങളും അവരൊക്കെ അറിയുന്നുണ്ട്. എത്ര PR വർക്ക് നടത്തി കഴിഞ്ഞാലും പല വസ്തുതകളെയും മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നമ്മളെ വീട്ടിലൊക്കെ വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ചുള്ള നമ്മളെ മുന്നിൽ നമുക്ക് വളരെ ഷോർട്ട് നോട്ടീസാണ് ഈ തിരഞ്ഞെടുപ്പ്. കുറച്ച് ദിവസമുള്ളൂ, അപ്പോൾ നമുക്ക് ആവണില്ല. പക്ഷേ ജനം പറഞ്ഞാൽ എന്താ അറിയോ, ഇത് ഭയങ്കര ലോങ് ആയിപ്പോയി, ഈ ദുർഭരണം അവസാനിപ്പിക്കുന്ന ദിവസങ്ങൾ കുറച്ചും കൂടി കുറഞ്ഞിട്ടിരുന്നെങ്കിൽ എന്ന മട്ടിലാണ് ആളുകളുടെ പ്രതികരണം. സൗത്തിൽ ഇത്തവണ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതാണോ? എങ്ങനെയാണ്? 2.5 വർഷം മന്ത്രിയായി, 5 വർഷം MLA ആയി, ഒന്നും നടക്കാത്ത ഒരു മണ്ഡലമാണ് ഇവിടെ. ഇപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ചാനൽ തന്നെ ഒരു റാങ്കിങ് നടത്തുന്നുണ്ടായി MLA മാർക്ക്. ആ റാങ്കിങ്ങിൽ 139, 140 റാങ്കാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLAക്ക്. ഇപ്പോൾ UDF പറയുന്നതല്ല, അപ്പോൾ ആ പെർഫോമൻസ് വിലയിരുത്തുന്ന ആളുകൾ ചാനൽ പറഞ്ഞിട്ടില്ല, ആളും പറഞ്ഞില്ല ഇല്ലെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഇപ്പോൾ എന്തോ ഒരു 10,300 കോടിൻ്റെ ഒക്കെ എന്തൊക്കെ പരിപാടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താണ് ഞങ്ങൾക്ക് അറിയില്ല, എവിടുക്കാ ഈ പൈസ കൊണ്ടുപോയതെന്നല്ലേ? നിങ്ങളൊരു കല്ലെങ്കിലും കാണിച്ചതാ ഈ നിയോജക മണ്ഡലത്തിൽ ഒന്നും ചെയ്യാത്ത ഒരു പ്രവൃത്തിയും നടക്കാത്ത. അപ്പോൾ പുതിയ പാലാണ് ആകെ പറഞ്ഞത്. മുനീർ സാഹിബാണത് AS വാങ്ങിച്ചത്, TS വാങ്ങിച്ചത്. അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കൽ വലിയ പ്രശ്നമല്ലേ? ആളുകളെ സെറ്റിൽ ചെയ്യണം, അതിന് ഫണ്ട് കൊടുത്തത്, എല്ലാ വർക്കും ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്ത പണി മാത്രമാണ് മൂപ്പരെടുത്തത്. മൂപ്പര് പോർട്ട് മന്ത്രിയായിരുന്നു. ഇവിടെ മിനി പോർട്ട് കോഴിക്കോടിൻ്റെ വലിയ പ്രതീക്ഷയാണ്. തൊട്ടപ്പുറത്ത് പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിരുന്നു, ടൂറിസം മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ മണ്ഡലത്തിൽ ഒന്നും നടന്നിട്ടില്ല. 10 വർഷമായിട്ട് സ്റ്റേഡിയം പൂട്ടിക്കിടക്കുകയാണ്. നമ്മളെ മാനസികാരോഗ്യ കേന്ദ്രം കുതിരവട്ടത്തെ കേരളത്തിൻ്റെ കോമൺ പ്രോപ്പർട്ടിയാണത്, അത് വെറുതെ കിടക്കുകയാണ്. അതുപോലെ ബീച്ചിൽ നിങ്ങൾ ചെന്ന് നോക്ക്, പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും സൗകര്യമില്ല. നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൽ നിങ്ങൾ പോയി നോക്ക്, എന്തൊരു വൃത്തിഹീനമായിട്ടാണ് ആ ഫിഷ് മാർക്കറ്റ് കിടക്കുന്നത്. പിന്നെ അതേപോലെ പച്ചക്കറി മാർക്കറ്റിൽ ആളുകളെ ഉന്തിത്തള്ളി ആരുടെക്കോ താല്പര്യത്തിന് വേണ്ടി അവിടുന്ന് ആളുകളെ പറഞ്ഞേക്കാണ്. അങ്ങനെ ഈ നാട്ടിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗത്തിൻ്റെയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുതിരവട്ടത്തിൽ LP സ്കൂള് പൂട്ടിക്കിടക്കുന്നുണ്ട്. അവിടെ ആ പുതിയ പാലത്തൊരു ബോട്ടിലൊക്കെ പോലെ നിങ്ങൾക്ക് ഈ പുതിയറയിലൊരു പാലം കാണാൻ പറ്റും. അങ്ങനെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കുമൂലകൾ നടക്കുമ്പോൾ കോഴിക്കോട്ടുകാർ എന്ത് തെറ്റാപ്പ് ചെയ്തത്? അവരെ ഒരർത്ഥത്തിലും ഒന്നും മൈൻഡാക്കാതെ സാധാരണ രാഷ്ട്രീയക്കാർ ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പറയാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണ്ടേ? ഞാൻ ഫുള്ള് കല്യാണത്തിന് വന്നിരുന്നു, ഞാൻ മരിച്ചെടുത്തുണ്ടായിരുന്നു, ഞാൻ സൽക്കാരത്തിനുണ്ടായിരുന്നു, ഞാൻ കണ്ടപ്പോൾ ഹായ് ഹൂയ് എന്ന് പറഞ്ഞ് അതല്ലല്ലോ. അത് മാത്രമല്ലല്ലോ ഒരു MLA ഫിസിക്കലി അവൈലബിൾ ആവണം. തീർച്ചയായിട്ടും ഒരു വികസനവും നടത്തിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞതല്ല, ഈ ചാനലും ഒക്കെ അവരുടെയൊക്കെ റിപ്പോർട്ടിംഗ് വന്നു. കേരളത്തിലെ ഏറ്റവും പുവർ പെർഫോമൻസ് നടന്ന മണ്ഡലമാണ് കോഴിക്കോട് സിറ്റി. അപ്പോൾ നമുക്ക് 2 കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. ഒന്ന്, ഈ ബാക്ക്ലോഗ് നികത്താനുണ്ട്. U-ടേൺ അടിച്ചിട്ട് വീണ്ടും ഇതൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണം. നിങ്ങൾ സൗത്ത് ബീച്ചിലൊക്കെ പോയി നോക്കൂ. ഡോക്ടർ MK മുനീർ ചെയ്ത ആ വികസന പദ്ധതിയിലെ ഒരു ഫീസായ ബൾബ് പോലും നിലവിൽ MLA ഇട്ടിട്ടില്ല. ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. നമ്മൾ വിമർശിക്കാനല്ല പറയുന്നത്, നമ്മുടെ നാട് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോവുകയാണ്. LDF വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന, അവർ പ്രചരിപ്പിക്കുന്ന 2 കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണമല്ലോ. ഒന്ന്, MK മുനീറിൻ്റെ അസാന്നിധ്യത്തെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹം മന്ത്രിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. മന്ത്രി ആയതുകൊണ്ടും മുഖ്യമന്ത്രി ആയതുകൊണ്ടും പ്രധാനമന്ത്രി ആയതുകൊണ്ടും ഒന്നും വിജയിക്കില്ല. ജനങ്ങൾക്കൊക്കെ അതൊക്കെ എല്ലാവരും കണക്കാണ്. പോളിംഗ് ബൂത്തിൽ വോട്ടറേ ഉള്ളൂ, പ്രധാനമന്ത്രി ആയാലും മന്ത്രി ആയാലും എന്തായാലും. അപ്പോൾ ആ മന്ത്രി ആയതുകൊണ്ട് വിജയിക്കില്ല. മന്ത്രിയായിട്ട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ വിജയിക്കുന്നില്ലാണ്. ആ ഉത്തരത്തിന് മിനിമം പാസ് മാർക്ക് പോലും ഈ നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിനെ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യണം, നമുക്ക് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കുരുക്കഴിക്കണം, നമുക്ക് കോമൺ പൂളിംഗ് ബസ് ടൗണിലെ ബാറ്ററി ബസ് കൊണ്ടുവരണം. എറണാകുളത്തിനും തിരുവനന്തപുരവും ഇപ്പോൾ IT-യിൽ സാച്ചുറേറ്റഡായി, നമുക്ക് കോഴിക്കോടിനെ ഇൻ്റർനാഷണൽ IT ഹബ്ബാക്കണം. ഇത് പരമ്പരാഗതമായി കോഴിക്കോട് സ്പൈസസ് സിറ്റിയാണ്, നമുക്കിവിടെ ഇൻ്റർനാഷണൽ സ്പൈസസ് സിറ്റി കൊണ്ടുവരണം. നമുക്ക് തൊട്ടടുത്ത് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൽ ഭയങ്കര കണക്ടിവിറ്റി. കാലിക്കറ്റ് നഗരം ഭയങ്കര ആക്സസ് ആണ്. ഇവിടെ മധുരത്തിൻ്റെ നഗരം, ഇവിടെ ആതിഥ്യമുണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഇവിടെ മനോഹരമായ ബീച്ചുണ്ട്. ഇവിടെ അതിനേക്കാൾ അപ്പുറം ഒരു നഗരത്തെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. കോഴിക്കോട്ടെ മനുഷ്യന്മാർ, നിങ്ങൾ ഇവിടെ കോഴിക്കോടിൻ്റെ പൊയ്യാപ്പിള, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അല്ലേ. ഇവിടുന്ന് പോകൂല മനുഷ്യൻ, ഒരാളും ഇവിടുന്ന് പോകൂല. അമ്മാതിരി സ്നേഹം, ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഈ കോഴിക്കോട് അന്തരീക്ഷത്തിലാണ്. ആണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിക്കാനുണ്ട്. പലരും ഈ ഫൈസൽ ബാബു ആദ്യം വന്ന സമയത്ത് LDFൻ്റെ ഒരു പ്രചരണം ഫൈസൽ ബാബു കോഴിക്കോടുകാരനല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു പൊയ്യാപ്പിളയാണല്ലോ. തീർച്ചയായിട്ടും 100 വട്ടം ഞാൻ കോഴിക്കോട്ടുകാരനാണ്. എൻ്റെ പേരും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ എല്ലാം ഞാൻ കോഴിക്കോട് തന്നെയാണ്. ഇതാ അവിടെ ജിഷാനൊക്കെ അതാ കോഴിക്കോട് ഞാൻ പറയണേ, കോഴിക്കോട്ടെ എവിടുന്ന് ചായ കുടിക്കണം, കോഴിക്കോട് എവിടുന്ന് ചോറ് കഴിക്കണം, കോഴിക്കോട് എല്ലാ എന്താ പറയുക എല്ലോ പേജും നമ്മളെ പോലും വഴി കാണിച്ചു കൊടുക്കുന്നത് കോഴിക്കോട് പൊയ്യാപ്പിളയാണ്. ഇപ്പം ഞാൻ ബാബുവിനോടാണ് ചോദിക്കണം, ബാബു ഇടത്തേക്ക് തിരിഞ്ഞാൽ എവിടെ എത്തുക, വലത്തേക്ക് തിരിഞ്ഞാൽ എവിടെ എത്തുക. അത്രയും ഫെമിലറാണ് ബാബു ഇവിടെ. അതുകൊണ്ട് ഒരു കുപ്രചരത്തിനും തകർക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇടവൈകളാണ് പറയുന്നത്. ഇടവൈകൾ അത് നമ്മൾ മെയിൻ റോഡല്ലല്ലോ. ഇപ്പോൾ ഈ ഇടവൈകൾ നിങ്ങൾ കണ്ടില്ലേ, തടിച്ചു കുടിക്കുന്ന ജനത്തിനെ കണ്ടില്ലേ. സ്വാഭാവികമായിട്ട് അതൊന്നും യാതൊരു പ്രയാസവും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുമ്പ് വന്ന സ്ഥാനാർത്ഥികളൊക്കെ പുറത്തുള്ളവർ തന്നെയല്ലേ? പലരും ഇതിൻ്റെ അകത്ത് വിജയിച്ചവരൊക്കെ പുറത്തുള്ളവർ തന്നെയല്ലേ? ഇവിടെ ആളുകൾ സ്വീകരിക്കുന്നത് UDFനെയാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, യുവത്വത്തെയാണ്. ആ യുവത്വത്തെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. ദേവർകോവിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തറവാടിന്റെ ഇനീഷ്യലല്ല, അത് നാടിന്റെ പേരാണ്. തൊട്ടിൽപ്പാല പേരാമ്പ്രയിലാണ്. ഞാൻ അറിയില്ല, ഞാനിപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് വരെ ദേവർകോവിൽ അവിടെ തന്നെയാണ് ആ നാട്. ഇനി അതിങ്ങോട്ട് ടയർ ഉരുട്ടി ഇങ്ങോട്ട് കൊടുക്കണമെന്നൊക്കെ അറിയില്ല, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളത്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ പുറത്തുള്ള ഒരു നാടിൻ്റെ പേരൊട്ടിച്ചിട്ട് ഇവിടെ ഉള്ളവരോടൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വന്നോരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് അതൊന്നും വർക്കാവില്ല. കോഴിക്കോട് വിദേശികളെ, ലോകത്തെ മനുഷ്യന്മാരെ സ്വീകരിച്ച സ്ഥലമാണ് ഇവിടെ. ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു വിദേശികളായിട്ടുള്ള. തീർച്ചയായിട്ടും ഇവിടെ ഒരു മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ്. ഇവിടെ മറാഠികളുണ്ട്, ഇവിടെ ഗുജറാത്തികളുണ്ട്, ഇവിടെ ബോറ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ ദഖനിയുണ്ട്, ഇവിടെ ബ്രാഹ്മിൺസ് ഉണ്ട്, ഇവിടെ നായർ ഇല്ലങ്ങളുണ്ട്, തറവാടുകളുണ്ട്, ഇവിടെ ഈഴവ പ്രൗഢിയുണ്ട്, ഇവിടെ കുറ്റിച്ചിറ കുടുംബങ്ങളുണ്ട്, ഇവിടെ മുസ്ലിം വൈവിധ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റീസും, ഇവിടെ ക്രൈസ്തവ പിന്നെ സ്ഥാപനം. കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഇതാ, ഞങ്ങളിപ്പോൾ സ്കൂളിൽ പോയി വരികയാണ്, നമ്മളെ സെൻറ്റ് ജോസഫിൽ പോയിട്ട് വരികയാണ്, അച്ഛനെ കണ്ടു വരികയാണ്. 1793 കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഈ നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഇന്ത്യ എന്താണോ എന്നറിയാൻ നിങ്ങൾ ഇന്ത്യ കറങ്ങണ്ട, നിങ്ങൾ കോഴിക്കോട്ടങ്ങാടിയിൽ വന്നാൽ തീർച്ചയായിട്ടും. മാത്രമല്ല ഫൈസലിന്റെ പേരിന്റെ കൂടെ ഒരു സാധനം കൂടിയുണ്ട്, അത് കോഴിക്കോട്ടുകാരിട്ടതാണ്. എന്താണ് ബാബേട്ടാ? ബാബു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവരും ഇവിടുത്തെ നമ്മൾ ഭയങ്കര ഭൂരിപക്ഷം ജനങ്ങളെ കയ്യിൽ കിടക്കുന്ന വാക്കാണ് ഞങ്ങളുടെ പ്രതീക്ഷയാണത്, ആത്മവിശ്വാസമാണത് കേട്ടോ. ഇവിടെ സൗത്ത് മാത്രമല്ല, കേരളം തൂക്കും, സൗത്തും തൂക്കും. വലിയ പ്രതീക്ഷയിലാണ് ഫൈസൽ ബാബു എന്ന് വിളിക്കുന്ന കോഴിക്കോടുകാരുടെ പൊയ്യാപ്ല. അദ്ദേഹം പറയുന്നത് കോഴിക്കോടിൻ്റെ വൈവിധ്യമാർന്ന സ്നേഹം തനിക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് കേരളവും തൂക്കും, കോഴിക്കോട് സൗത്തും UDF തൂക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കും സൗത്തിലെ കുറേ കുട്ടികൾക്കുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.